ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൗസ് ഡിസൈനാണ് കാണിക്കുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിലും ബാക്കിലും അതുപോലെ നെക്കിലുമാണ് വർക്ക് വന്നിരിക്കുന്നത്. സ്ലീവിൽ ഈ ഒരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള ഡിസൈനാണ്. ബീഡ്സ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഈ ഒരു സെറ്റ് മുണ്ടിന് മാച്ചിങ് ആയിട്ട് ചെയ്തൊരു ഡിസൈനായിരുന്നു. സെറ്റ് മുണ്ടിൽ ഫ്ലവർ ഡിസൈൻ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സെയിം അതേ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് നമ്മൾ ബ്ലൗസിലും കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ ഫ്ലവറിൻ്റെയും ഇടയ്ക്ക് കുഞ്ഞു ബുട്ട ഡിസൈൻസ് വന്നിട്ടുണ്ട്. അത് സീക്വൻസിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലവറിൻ്റെ താഴ്വശത്തും ഡിസൈൻ വന്നിട്ടുണ്ട്. അതിന് ജർദോസിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ക്ലോത്തിൽ ആ ഒരു ഫ്ലവർ ഡിസൈൻ വരച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ ക്ലോത്തിൻ്റെ സെയിം കളറ് ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ക്ലോത്ത് ലെവൻഡർ കളറാണ്, അതുകൊണ്ട് ത്രെഡും ലെവൻഡർ കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് മിറർ യൂസ് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് മിററാണ് യൂസ് ചെയ്യുന്നത്. ഗം യൂസ് ചെയ്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കാം. ഞാനിവിടെ B7 ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. B7ന് പകരം ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താലും മതി. മിറർ ഉണങ്ങുമ്പോഴേക്ക് നമുക്ക് ഫ്ലവറിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് ആണേ. പിന്നെ ഷുഗർ ബീഡ്സ് ഫ്ലവർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ബീഡ് സ്റ്റിച്ചായിട്ടാണ് ചെയ്യേണ്ടത്. 2-3 ബീഡ്സ് ഒന്നും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യൽ. ഓരോ ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ കർവൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുമ്പോൾ ഓരോ പെറ്റൽസായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതായത് ഓരോ പെറ്റൽസും വന്ന് താഴെ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ താഴെ വന്ന് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. എന്നിട്ട് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പെറ്റൽസും ആ വരച്ചേക്കുന്ന പോലെ തന്നെയുള്ള ഭംഗി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഫ്ലവർ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഓരോ പെറ്റൽസും നിങ്ങൾക്ക് കണ്ടാലറിയാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോലെ അല്ല ഓരോ പെറ്റൽസ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അടുത്ത പെറ്റൽ പിന്നെ കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ സൈഡിൽ ഈ 2 ഫ്ലവറിനും കൂടി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഫ്ലവറിനെല്ലാം നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് എല്ലാ ലൈൻസും ഒരേ ഹൈറ്റിൽ കൊടുക്കാതെ ഇടയ്ക്ക് നീളം കൂടിയും കുറഞ്ഞും അങ്ങനെ മിക്സായിട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കേണ്ട, ലൈറ്റായിട്ട് വരച്ചാൽ മതി. പിന്നെ വരയ്ക്കുമ്പോൾ പേനയൊന്നും യൂസ് ചെയ്യൽ. ഇതുപോലെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്യുക. ഇനി ഈ ലൈൻസിൽ ഞാൻ സെറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സിൽവർ കളറ് സെറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സെറ്റ് മുണ്ടിന് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ടാണ് സിൽവർ കളറ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സീക്വൻസും യൂസ് ചെയ്യുന്നുണ്ട്. സീക്വൻസും ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സീക്വൻസാണ് യൂസ് ചെയ്യുന്നത്. ലൈൻസ് എല്ലാം ചെയിൻ സ്റ്റിച്ചിലാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ അറ്റത്തായിട്ട് സീക്വൻസും കൂടി കൊടുക്കുന്നുണ്ട്. സീക്വൻസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം പിന്നെ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാതെ അല്ലേ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലൈൻസ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബീഡ്സ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 3 കളർ കട്ട് ബീഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ലെവൻഡർ കളറ്, ഡാർക്ക് വയലറ്റ് കളറ്, പിന്നെ ഡാർക്ക് ലെവൻഡർ കളറ്. ഇതിൽ മൂന്നാമത് കാണിച്ചിരിക്കുന്ന ഡാർക്ക് ലെവൻഡർ കളറ് മൈക്രോ കട്ട് ബീഡ്സ് ആണേ. ബീഡ്സിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നോർമൽ നീഡിൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അരി നീഡിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നോർമൽ നീഡിൽ നമുക്ക് മൈക്രോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള കട്ടി കുറഞ്ഞ നീഡിൽ യൂസ് ചെയ്യണം. മിററിന് ചുറ്റുമായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ 3 കളർ ബീഡ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്. സെൻറ്ററിൽ മിററിന് ചുറ്റും സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ അടുപ്പിച്ചാണ്. ഒരേ കളേഴ്സ് അടുപ്പിച്ച് വരാതെ മിക്സായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സെൻറ്ററിലെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിൽ അറ്റത്തായിട്ട് ഓരോ ലെയർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും മിക്സായിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. സെൻറ്റർ വരെ വരണ്ട, ആ മുകൾ വശം മാത്രം ഔട്ട്ലൈനിനോട് ചേർന്ന് മാത്രം സ്റ്റിച്ച് കൊടുത്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഈ ഫില്ലിങ്ങിനായിരുന്നു എനിക്ക് ഒരുപാട് സമയം പോയത്. ബാക്കി ഔട്ട്ലൈനും ജർദോസിയും ഒക്കെ ഈസി ആയിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ ഒരു ഫില്ലിങ് മാത്രം കുറേ സമയമെടുത്തു. ബീഡ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഫ്ലവർ വരുന്നത്. ഇനി ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലെ ബുട്ട ഡിസൈനിൻ്റെ
ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ലീഫ് സീക്വൻസ് യൂസ് ചെയ്തുള്ളൊരു ബുട്ട ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലെവൻഡർ കളർ തന്നെയാണ് സീക്വൻസ് എടുത്തിരിക്കുന്നത്. ഈ സീക്വൻസിനെ ഐ സീക്വൻസ് എന്നും പറയും കേട്ടോ. അതുപോലെ ഈ ബുട്ട ഡിസൈനിന് ട്യൂബ് ബീഡും യൂസ് ചെയ്യുന്നുണ്ട്. സിൽവർ കളറാണ് ട്യൂബ് ബീഡ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നീഡിലിൽ ഞാൻ ഒരു ട്യൂബ് ബീഡും അതുപോലെ ഐ സീക്വൻസും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സീക്വൻസിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു ഷാർപ്പായിട്ടിരിക്കുന്നില്ലേ, അവിടെ ആയിട്ട് ഹോളുണ്ട്. ആ ഹോളിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റോണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി ഈ സീക്വൻസ് നമുക്ക് കോർത്ത് കൊടുക്കാം. സീക്വൻസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ട്യൂബ് ബീഡ് കൊടുത്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഹോളിൽ സ്റ്റിച്ച് കൊടുക്കാം. ആ ഓപ്പോസിറ്റ് സൈഡിലെ ഹോളിൽ തന്നെയാണ് നമ്മൾ എൻഡ് നോട്ടും കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആ സെൻറ്ററിൽ സ്റ്റോൺ നമ്മൾ ഒട്ടിച്ചില്ലേ, അതിൻ്റെ മുകൾ വശത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. 4 സൈഡിലും നമ്മൾ ഈ ഒരു ഐ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ലീഫ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഗ്യാപ്പിൽ നമ്മൾ ട്യൂബ് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ട്യൂബ് ബീഡും ഒരു പേൾ ബീഡുമാണ് യൂസ് ചെയ്യുന്നത്. 1 mm വൈറ്റ് കളർ പേൾ ബീഡാണ് യൂസ് ചെയ്യുന്നത്. ബുട്ട ഡിസൈനിന് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനില്ലേ, ഇത് നമ്മൾ ജർദോസി യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സിൽവർ കളറ് നക്ഷി ജർദോസിയാണ് കേട്ടോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ജർദോസി കണ്ടിന്യൂസ് സ്റ്റിച്ചാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ആ ലൈനിലൂടെ തന്നെ നമുക്ക് ജർദോസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലേക്ക് നമ്മൾ ജർദോസിയുടെ കണ്ടിന്യൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുന്തൻ സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ. സ്ലീവിൽ താഴ്വശത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നുള്ളൂ. ബ്ലൗസിൻ്റെ ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ്, പക്ഷേ കുറച്ച് സ്ലാൻറ്റിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദേ മുകളിൽ ഈ ഒരു പോയിൻറ്റിലാണ് നമുക്ക് നെക്ക് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ സൈഡിൽ ആ ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് സ്ലാൻഡിങ്ങിൽ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതേപോലെയാണ്, ബോട്ട് നെക്ക് പോലെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു വി നെക്കും കൂടി കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ 3 കളർ ബീഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ 2 സൈഡിലും നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈനെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ 2 സൈഡും വർക്ക് ചെയ്ത് കൊടുത്തത്. ബാക്ക് സൈഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ മുകളിൽ റൈറ്റ് ഷോൾഡറിൽ നിന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്ലാൻറ്റിങ്ങിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. സ്ലീവ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇതേപോലെയാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ അടിവശം നമ്മൾ ആ ഒരു ഡിസൈനിന് ചേരുന്ന അതേ രീതിയിൽ അതേ ഷേപ്പിൽ തന്നെയാണ് സ്റ്റിച്ചിങ്ങും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്